Good morning, students. കഴിഞ്ഞ ദിവസം നമ്മൾ പോളറൈസേഷൻ, ഡൈലക്ട്രിക് പോളറൈസേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിനകത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ഈ പ്രിൻസിപ്പിൾ വെച്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന പ്രോസസ്സ് നടത്തുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇതുപോലൊരു ക്യാവിറ്റിക്കകത്ത് സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടു പ്രൊട്ടക്റ്റ് എ ബോഡി ഫ്രം ദി എക്സ്റ്റേണൽ ഫീൽഡ് വി ഹാവ് ടു പ്ലേസ് ഇറ്റ് ഇൻ ദി ഇൻറ്റീരിയർ ഓഫ് എ സ്ഫെറിക്കൽ ഷെൽ. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിനെ ഒരു ക്യാവിറ്റിക്കകത്ത് സൂക്ഷിക്കുന്നു. അതുമൂലം നമുക്ക് എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാറിനകത്ത് കൂടുതൽ സേഫ് ആകാൻ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് എല്ലാം ഇട്ട് ഇരിക്കുന്നത് കൂടുതൽ സേഫ് ആയിട്ടിരിക്കാൻ സാധിക്കും. കാര്യം എക്സ്റ്റേണൽ ഫീൽഡ് ഇടിമിന്നലിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് ഒക്കെ ഇട്ട് കാറിനകത്തിരിക്കുക. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. അപ്പോൾ അത് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എ സ്പേസ് ഫ്രം ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മെയിനായ പോർഷനിലേക്കാണ് പോകുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റൻസിനെ കുറിച്ചാണ്. ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ച് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടക്ടറിൻ്റെ കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ the ability to store electric charge measures the capacitance of a conductor. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് ആ കണ്ടക്ടറിനെ എന്തുമാത്രം ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് പറയുന്നത്. അപ്പോൾ ദി എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് മെഷേഴ്സ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഇനി നമ്മൾ ഒരു കണ്ടക്ടറിനെ ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. അപ്പോൾ Q ചാർജ് കൊടുക്കുന്നു. Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. ചാർജ് കൂട്ടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടുന്നു. അപ്പോൾ Q ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിൽ Q ഈസ് പ്രൊപ്പോർഷണൽ ടു V. Q ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് C ഇൻറ്റു V, where C ഈസ് കാൾഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ if we charge a conductor, we have to നമ്മൾ ഒരു ചാർജിന് ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. At any instant let Q is the charge and V is the potential to which it is raised. Then Q is proportional to V. Q is equal to CV, where C is the capacitance. Therefore C is equal to Q by B. C എന്ന് പറയുന്നത് Q by B ആണ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ്, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ചാർജിൻ്റെ യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് കൂളം, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ നമുക്ക് കൂളം പെർ വോൾട്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഫാരഡ് ആണ് നമ്മൾ സാധാരണഗതിയിൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റായിട്ട് പറയുന്നത്. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫാരഡ്. അപ്പോൾ C ഈസ് ഈക്വൽ ടു Q ബൈ V. അപ്പം ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ചാർജ് ഇമ്പാർട്ടഡ് ടു ദി കണ്ടക്ടർ ടു ദി പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റൈസ്ഡ്. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന് നമ്മൾ കൊടുക്കുന്ന ചാർജും അപ്പോൾ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യലും തമ്മിലുള്ള റേഷ്യോ ആണ് capacitance. അപ്പോൾ capacitance is the ratio between charge imparted to the conductor
and the potential to which it is raised. അപ്പോൾ C is equal to Q by V, കൂളം പെർ വോൾട്ട് അല്ലെങ്കിൽ ഫാരഡ്. ഇനി അടുത്ത, അപ്പോൾ ക്ലിയർ ആയല്ലോ കപ്പാസിറ്റൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റൻസ് ഓഫ് എ ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസ്. സ്ഫെറിക്കൽ ഷെൽ, ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സ്ഫെറിക്കൽ ഷേപ്ഡ് ഷെല്ലിൻ്റെ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. കൺസിഡർ എ സ്ഫെറിക്കൽ ഷെൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് R, capital R. It is placed in a medium of relative permittivity epsilon R. അത് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. Let Q is the charge given to the spherical shell. ആ സ്ഫെറിക്കൽ ഷെല്ലിന് നമ്മൾ Q ചാർജാണ് കൊടുത്തതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Q ചാർജ് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ V ആയിട്ട് റൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടത്. പൊട്ടൻഷ്യൽ ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് Q ആൻഡ് റേഡിയസ് R നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ചാർജ് Q ഉള്ള സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് R ഉള്ള ചാർജ് Q കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ 0, ഇവിടെ മീഡിയത്തിലിരിക്കുന്നത് കൊണ്ട് എപ്സിലോൺ R ഇൻറ്റു Q/R. ഹിയർ R is the radius, ക്യാപിറ്റൽ R റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് പറയാം V is equal to 1/4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു Q/R is the പൊട്ടൻഷ്യൽ. ഇതിൻ്റെ പൊട്ടൻഷ്യലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ. നമുക്കറിയാം Q ചാർജാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് Q ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു Q/R. ഇത് മേളിൽ പോകുമ്പോൾ എന്ത് വരും? 4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു ക്യാപിറ്റൽ R. ഈ ക്യൂവും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് C is equal to 4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് കിട്ടും. 4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു ക്യാപിറ്റൽ R. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. ഈ മീഡിയം എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R ആയതുകൊണ്ടാണ് നമുക്ക് 4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് കിട്ടിയത്. If the medium is air or free space ആണെങ്കിൽ നമുക്കറിയാം എപ്സിലോൺ R is equal to 1. Therefore capacitance C is equal to 4π എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R. 4π എപ്സിലോൺ 0 ക്യാപിറ്റൽ R. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് 4π എപ്സിലോൺ 0 ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ദാറ്റ് മീൻസ് സെൻറ്ററിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ C is equal to 4π എപ്സിലോൺ 0 ക്യാപിറ്റൽ R. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു സ്ഫെറിക്കൽ ഷെൽ, കൺസിഡർ എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. That Q is the charge given to it and it is placed in a medium of relative permittivity epsilon R. The potential to which it is raised V is equal to 1/4π epsilon 0 epsilon R into Q/R. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. Capacitance C is the ratio between charge given to it and the potential to which it is raised. Therefore Q by this potential. അത് വരുമ്പോൾ നമുക്ക് C is equal to 4π epsilon 0 epsilon R into capital R. ഇതിൽ നിന്ന് വ്യക്തമാണ് C is proportional to capital R. Capacitance is proportional to radius of the spherical shell. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റർ എന്നുള്ളതാണ് പഠിക്കുന്നത്. കപ്പാസിറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റാണ്, കണ്ടക്ടറുകളുടെ ഒരു അറേഞ്ച്മെൻറ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്
കണ്ടക്ടറുകളെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദി കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടക്ടറുകളെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടക്ടറുകളെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറിൻ്റെ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്, ദാറ്റ് മീൻസ് കപ്പാസിറ്റൻസ് കൂടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കണ്ടക്ടറിനെ എടുക്കുന്നു. ഒരു പ്ലേറ്റ് P1 എന്ന കണ്ടക്ടറിനെ എടുക്കുന്നു. അതിന് നമ്മളൊരു ചാർജ് +Q കൊടുക്കുന്നു. +Q ചാർജ് അതിന് കൊടുത്തിരിക്കുക. അപ്പോൾ +Q ചാർജാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ കണ്ടക്ടറിൻ്റെ ഉടനീളം ആ +Q ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടി. ഒരു കണ്ടക്ടറിനെ നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. അതിൻ്റെ പൊട്ടൻഷ്യൽ V ആയിട്ട് വന്നു. അപ്പോൾ ഈ +Q ചാർജ് കൊടുത്തപ്പോഴേക്കും പ്ലേറ്റ് P1ൻ്റെ അല്ലെങ്കിൽ ഈ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് C എന്ന്, പൊട്ടൻഷ്യൽ V ആയി. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് C എന്ന് പറയുന്നത് Q/V ആണ്. അപ്പോൾ Q ചാർജ് കൊടുത്തപ്പോഴേക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ V ആയി. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പ്ലേറ്റ് P1ൻ്റെ അല്ലെങ്കിൽ ഈ പൊസിഷനിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടക്ടറായ മെറ്റൽ പ്ലേറ്റ് P1ൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q/V ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കണ്ടക്ടറിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ കണ്ടക്ടറാണ് P1. ആ P1 എന്ന കണ്ടക്ടറിനെ നമ്മൾ ചാർജ് Q കൊടുത്തു. ചാർജ് Q കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ V ആയിട്ട് കൂടി. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ച അനുസരിച്ച് എഴുതി. കപ്പാസിറ്റൻസ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ചാർജ് given ടു ദി കണ്ടക്ടർ ആൻഡ് ദി പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റൈസ്ഡ്. അതനുസരിച്ച് ആ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചു. C = Q/V. അപ്പോഴാണ് നമ്മളോട് പറഞ്ഞ് ഇത് കണ്ടക്ടറുകളെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് കൂടുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പ്ലേറ്റ് കണ്ടക്ടറിനെ ഞാൻ P2 എന്ന കണ്ടക്ടറിനെ ഇതിന് സമീപത്ത് കൊണ്ടുവച്ചു. അതിൻ്റെ ഫലമായിട്ട് അടുത്തിരിക്കുന്ന ബൈ ഇൻഡക്ഷൻ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മളങ്ങ് എർത്ത് ചെയ്യുന്നു, അതിനെ എർത്തിലോട്ട് വിടുന്നു. അതിൻ്റെ ഫലമായിട്ട് അതങ്ങ് പോയി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. തൽഫലമായിട്ട് ഈ പ്ലേറ്റ് P1ൻ്റെ പൊട്ടൻഷ്യൽ V' ആയിട്ട് കുറയുന്നു. വേർ V' ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ P2 ആൻഡ് P1. P2നും P1നും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് ഈ പ്ലേറ്റ് P1ൻ്റെ പൊട്ടൻഷ്യൽ കുറയുന്നു. അപ്പോൾ നമുക്ക് പുതിയ കപ്പാസിറ്റൻസ് ആണ് ഇതിനുണ്ടാകുന്നത്. ആ ന്യൂ കപ്പാസിറ്റൻസ് C' എന്ന് പറയുന്നത് ചാർജ് Q ചാർജ് തന്നെയാണ് ഉള്ളത്. Q ഡിവൈഡഡ് ബൈ ദി പൊട്ടൻഷ്യൽ ടു വിച്ച് ഇറ്റ് ഈസ് റൈസ്ഡ്. ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ V' ആണ്. അപ്പോൾ അടുത്ത ഒരു എർത്തഡ് കണ്ടക്ടർ കൊണ്ടുവച്ചപ്പോഴേക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ V' ആയിട്ട് കുറഞ്ഞു. വേർ V' ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ദെയർഫോർ പുതിയ കപ്പാസിറ്റൻസ് C' എന്ന് പറയുന്നത് Q/V' ആയി. വേർ V' ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു പ്ലേറ്റ്സ്. നമുക്കറിയാം V' ഈസ് മച്ച് ലെസ് ദാൻ V. V' എന്ന് പറയുന്നത് V എന്ന പൊട്ടൻഷ്യലിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ V' വളരെ കുറവാണെങ്കിൽ C' എന്ന് പറയുന്നത് Q/V' ആയ സ്ഥിതിക്ക് C' ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ C. Cയെ അപേക്ഷിച്ച് C' വളരെ കൂടുതലായി തീരും. കാര്യം ചാർജ് Q തന്നെയാണ്. V' പിന്നെ ഒത്തിരി കുറയുമ്പോൾ C' പിന്നെ ഒത്തിരി കൂടും. അപ്പോൾ C' ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ C. Cയെ അപേക്ഷിച്ച് C' കൂടുന്നു. അപ്പോൾ സിൻസ് V' ഈസ് മച്ച് ലെസ് ദാൻ V, V' എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസമായി തീരുന്നു. അപ്പോൾ V' ഈസ് മച്ച് ലെസ് ദാൻ V, C' ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ C. Therefore, the capacitance of plate P1 increases. കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് വളരെയധികം കൂടുന്നു. അങ്ങനെ നമ്മൾ ഒരു കണ്ടക്ടറിനെ ഒറ്റയ്ക്ക് വെക്കുന്നതിന് പകരം
തൊട്ടടുത്ത് അതുപോലൊരു കണ്ടക്ടറിനെ എർത്തഡ് കണ്ടക്ടറിനെ കൊണ്ടുവെക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കൂടുന്നു. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റാണ്, ഈ ഒരു അറേഞ്ച്മെൻ്റാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദി കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടക്ടറുകളെ അറേഞ്ച് ചെയ്യുന്ന ഈ അറേഞ്ച്മെൻറ്റിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്ററാണ് ഇത്. ഇത് ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫിഗർ. രണ്ട് പാരലൽ പ്ലേറ്റുകൾ, Q ആണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ലെറ്റ് സിഗ്മ ബി ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. Let A is the area of the capacitor. Area ആണ്, A ആണ് area. Let Q is the charge given to the capacitor. ഈ കപ്പാസിറ്ററിന് കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണ്. Sigma is the surface charge density and A is the area of the plates and small d is the distance between the plates. ഇപ്പോൾ ഈ രണ്ട് കണ്ടക്ടർക്കിടയിൽ എയർ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെന്നിരിക്കട്ടെ. ആദ്യം നമുക്ക് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. ഇവ തമ്മിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ എയർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് ഏരിയ എ ഹാവിംഗ് ടു മെറ്റൽ പ്ലേറ്റ്സ് P1 and P2 ഓഫ് ഏരിയ എ. Let Q is the charge given to it and sigma is the surface charge density and d is the distance between the plates. അതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കൺസിഡർ ചെയ്യുക. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെന്നിരിക്കട്ടെ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഏരിയ, സർഫസ് ഏരിയ A ആണെന്നിരിക്കട്ടെ. സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് ബൈ സർഫസ് ഏരിയ. ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു Q ബൈ A. Q ആണ് ചാർജ്, A ആണ് ഏരിയ എങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു Q ബൈ A. ദെർഫോർ Q ഈസ് ഈക്വൽ ടു സിഗ്മ A. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ചാർജ് Q ഈസ് ഈക്വൽ ടു സിഗ്മ A. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു Q ബൈ A. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിംഗ് ടു പ്ലേറ്റ്സ് P1 and P2. Let Q is the charge given to it. Let sigma is the surface charge density and A is the area of the plates and D is the separation between the plates. Then surface charge density sigma is equal to Q by A. Q is equal to sigma A. ഇത്രയും ക്ലിയർ ആയല്ലോ? അത് ഇക്വേഷൻ നമ്പർ 1. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ Q is equal to sigma A. ഇനി നമുക്ക് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് E is equal to, നമുക്കറിയാം, ഇറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലേറ്റുകൾക്കിടയിലുള്ള രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ V എന്ന് പറയുന്നത് നമുക്കറിയാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് E is equal to V by ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. നമ്മൾ ഓരോ കേസിലും അറിയാം. V എന്ന് പറയുന്നത് പോയിന്റ് ചാർജിൻ്റെ കേസിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 Q by R. Intensity എന്ന് പറയുന്നത് 1/4πε0 Q by R². That means potential divided by distance is intensity. Therefore, potential എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? Intensity into distance. Here, intensity is sigma by epsilon 0 into distance between the plates is d. This is the potential difference between the plates. About intensity into distance, that is sigma by epsilon 0 into d is V. നമുക്ക് കപ്പാസിറ്റൻസ്, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് C is equal to Q by V. Therefore, here Q is sigma A by sigma
ഡി ബൈ എപ്സിലോൺ സീറോ അത് മതി. Therefore നമുക്ക് കപ്പാസിറ്റൻസ് C is equal to എപ്സിലോൺ സീറോ എ ബൈ ഡി. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. C is equal to എപ്സിലോൺ സീറോ എ ബൈ ഡി. ഇനിയും ഇവയ്ക്കിടയിൽ ഒരു മീഡിയം നമ്മൾ വെച്ചിരുന്നാൽ അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ആണെങ്കിൽ കപ്പാസിറ്റൻസ് C is equal to എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ എ ബൈ ഡി. ഇതാണ് മറ്റൊരു എക്സ്പ്രഷൻ. എപ്സിലോൺ ആർ ആണ് മീഡിയം എങ്കിൽ. അല്ലെങ്കിൽ C is equal to നോർമലി എപ്സിലോൺ സീറോ എ ബൈ ഡി. ഇത് എയറിലാണെങ്കിൽ എപ്സിലോൺ സീറോ എ ബൈ ഡി അല്ലെങ്കിൽ എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ എ ബൈ ഡി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. Let Q is the charge given to it. Let sigma is the surface charge density. A is the area of the plates and D is the separation between the plates. Then by the definition of surface charge density is the ratio between charge by surface area. Here sigma is equal to Q by A. Therefore charge Q is equal to sigma A. That is equation number 1. If E is the intensity of electric field between the plates, then potential V is equal to intensity into distance. Here potential difference V is equal to sigma by epsilon 0 into that distance is D. Our separation D. Therefore capacitance is the ratio between charge given to the conductor and the potential to which it is raised. That is C is equal to Q by V. Here C is equal to Q. Q is sigma A. That divided by V. P എന്ന് പറയുന്നത് sigma D by epsilon 0. അത് മൂല്യപ്പോൾ നമുക്ക് കിട്ടുന്നത് C is equal to epsilon 0 A by D. അതാണ് കിട്ടുന്നത്. If a medium of relative permittivity epsilon R is placed between the plates, then C is equal to epsilon 0 epsilon R A by D. Where epsilon R is the relative permittivity. Epsilon R ആണ് relative permittivity. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. C is equal to epsilon 0 epsilon R A by D. അപ്പോൾ C is proportional to A. ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. C is proportional to 1 by D. പിന്നെ C is proportional to epsilon R. അതായത് മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു മീഡിയം ഇരിക്കുന്നതാണ് കപ്പാസിറ്റൻസ് കൂട്ടാൻ നമുക്ക് സഹായിക്കുന്നത്. ഏരിയ കൂട്ടി നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാം. മനസ്സിലാക്കാം. ഏരിയ കൂട്ടി കപ്പാസിറ്റൻസ് കൂട്ടാം. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാം. ഏരിയ കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അങ്ങനെയും നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാം. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററുകളെ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. രണ്ട് രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് പഠിച്ചു. കണ്ടക്ടറുകളുടെ അറേഞ്ച്മെൻ്റാണ് കപ്പാസിറ്റർ. അതിൻ്റെ ഉദ്ദേശം കപ്പാസിറ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രിൻസിപ്പിളും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനും പഠിച്ചു. C is equal to epsilon 0 epsilon R A by D. ഇത് രണ്ടും പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. മെയിനായിട്ട് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്.
സീരീസിൽ കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. 3 കപ്പാസിറ്ററുകൾ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾക്ക് നമുക്കറിയാം, ആദ്യത്തെ പ്ലേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത പ്ലേറ്റ് നെഗറ്റീവ്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നെഗറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ് മൂന്നാമത്തെ പോസിറ്റീവ്. എന്നിട്ട് നമ്മൾ അവയ്ക്കിടയിൽ ഒരു കോമൺ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ഇതാണ് സീരീസ് കണക്ഷൻ. അപ്പോൾ 3 കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾ, അവയുടെ കപ്പാസിറ്റൻസ് C1, C2, C3 എന്നിവയാണെന്നിരിക്കട്ടെ. അപ്പോൾ ലെറ്റ് 3 capacitors, parallel plate capacitors of capacitances C1, C2 and C3, they are connected in series and a common potential V is applied to them. അവയ്ക്കിടയിൽ ഒരു കോമൺ പൊട്ടൻഷ്യൽ V നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 3 കപ്പാസിറ്ററുകൾ C1, C2, C3 എന്ന കപ്പാസിറ്റൻസുകളുള്ള 3 കപ്പാസിറ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. സീരീസിലുള്ളൊരു പ്രത്യേകത, ബൈ ഇൻഡക്ഷൻ ദി 3 capacitors acquire the same charge. ഇൻഡക്ഷൻ മൂലം 3 കപ്പാസിറ്ററുകളും സെയിം ചാർജാണ് അക്വയർ ചെയ്യുന്നത്. Q ചാർജിന് കൊടുത്താൽ അതേ ചാർജ് തന്നെയാണ് ഇവിടെ, അതേ ചാർജ് തന്നെയാണ് C3ക്കും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് ഈസ് ദി സെയിം. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആണ്, ബട്ട് ദി പൊട്ടൻഷ്യൽ ഡിവൈഡ്സ്. പൊട്ടൻഷ്യൽ പക്ഷേ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ എപ്പോഴും ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ കോമൺ ആയിട്ട് V എന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. V എന്ന പൊട്ടൻഷ്യൽ V1 ആയിട്ട് C1-നും V2 C2-നും ബാക്കി V3 C3-ക്കുമായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാം, ദി കോമൺ പൊട്ടൻഷ്യൽ V ഈസ് ഡിവൈഡഡ് ഇൻറ്റു V1 across C1 ആൻഡ് V2 across C2 ആൻഡ് V3 across C3. Therefore, V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതാണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും, ബട്ട് ദി പൊട്ടൻഷ്യൽ ഡിവൈഡ്സ്. ചാർജ് സെയിം, പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇവരെ 3 പേരെയും കൂടെ സീരീസിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇവർ 3 പേരും കൂടെ ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C കൊടുക്കുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇവർ 3 പേരും കൂടെ ഒരു കപ്പാസിറ്റൻസ് ആണ് കൊടുക്കുന്നത്. ആ കപ്പാസിറ്റൻസ് C ആണെന്നിരിക്കട്ടെ. അപ്പോൾ 3 പേരും കൂടെ ചേർന്ന് ഒരു കപ്പാസിറ്ററാണിത്. അത് നമ്മൾ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. C കപ്പാസിറ്റൻസ് ഉള്ള ഒരു വലിയ കപ്പാസിറ്ററാണെന്നിരിക്കട്ടെ. വലുതാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ C എന്ന കപ്പാസിറ്റൻസ് ആണ് അതിനുള്ളത്. അതിനെ ക്രോസ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ V കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജ് സെയിമാണ്, 3 പേർക്ക് സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ചാർജ് ബൈ പൊട്ടൻഷ്യൽ. Q ആണ് ചാർജ് എങ്കിൽ Q ബൈ V എന്ന് പറയാം. ഇവിടുത്തെ കേസിൽ നമുക്ക് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ചാർജ് Q എന്ന് പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. അപ്പോൾ ഇവിടുത്തെ കേസ് V1 എന്ന് പറഞ്ഞാൽ Q ബൈ P1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, Q ബൈ C1. V2 എന്ന് പറഞ്ഞാൽ Q ബൈ C2. V3 എന്ന് പറഞ്ഞാൽ Q ബൈ C3. അപ്പോൾ നമുക്ക് Vക്ക് പകരം Q ബൈ C കൊടുക്കാം. Therefore, Q ബൈ C ഈസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3. നേരത്തെ പറഞ്ഞ് ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്.
ഇക്വേഷൻ ഇത് കൊടുക്കും. ഇനി ക്യൂ കോമൺ ഫാക്ടർ എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3. ഇതാണ് ഒരു സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടുന്നത് 1/c. സി ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇപ്പോൾ 3 കൂടെ കൊടുക്കുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് സി. അപ്പോൾ 1/c ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 1/ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 1/c1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കപ്പാസിറ്റൻസ്, 1/ ആദ്യത്തെ കപ്പാസിറ്റൻസ് പ്ലസ് 1/ രണ്ടാമത്തെ പ്ലസ് 1/ മൂന്നാമത്തെ കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പറയാം? 1/c എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. സി ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ലെറ്റ് 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസസ് C1, C2 and C3, they are connected in series and a common potential V is applied to them. In series combination, the total potential V divides into V1 across C1, V2 across C2 and V3 across C3. Therefore, V is equal to V1 plus V2 plus V3. If C is the effective capacitance, then Q is equal to CV, therefore V is equal to Q by C. V1 is equal to Q by C1, V2 is equal to Q by C2 and V3 is equal to Q by C3. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/c is equal to 1/c1 plus 1/c2 plus 1/c3 എന്ന് കിട്ടും. Therefore നമുക്ക് എങ്ങനെ പറയാം? Reciprocal of the effective capacitance is the sum of the reciprocals of individual capacitances. ഇതാണ് സീരീസിൻ്റെ. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് പാരലൽ. അപ്പോൾ സീരീസ് കഴിഞ്ഞു, രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനിൽ 3 കപ്പാസിറ്ററുകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കപ്പാസിറ്ററുകൾ. ഈ 3 കപ്പാസിറ്റർ, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ്. ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, സീരീസിൽ നമ്മൾ നേരത്തെ നെഗറ്റീവ് പ്ലേറ്റ് ടു പോസിറ്റീവാണ് കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, പാരലൽ ചെയ്യുന്നത് പോസിറ്റീവ് എല്ലാം കൂടെ ഒന്നിച്ച്, നെഗറ്റീവ് എല്ലാം കൂടെ ഒന്നിച്ച്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റുകളെല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്യുക, നെഗറ്റീവ് പ്ലേറ്റുകളെല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്യുക. ഇതാണ് പാരലൽ കോമ്പിനേഷൻ. നമ്മൾ നേരത്തെ പേര് കൊടുത്ത പോലെ തന്നെ ആദ്യത്തെ കപ്പാസിറ്റർ C1, രണ്ടാമത്തെ കപ്പാസിറ്റർ C2, മൂന്നാമത്തെ കപ്പാസിറ്റർ C3. ഇവരെ 3 പേരെയും കൂടെ നമ്മൾ പാരലായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു കോമൺ പൊട്ടൻഷ്യൽ V കൊടുത്തിരിക്കുന്നു. പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് നമ്മൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യണം. V എന്ന കോമൺ പൊട്ടൻഷ്യൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് C1, C2 and C3 are 3 capacitors which are connected in parallel and a common potential V is applied to them. ഒരു V എന്ന കോമൺ പൊട്ടൻഷ്യൽ ഇതിൽ കൊടുത്തിരിക്കുന്നു. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജ് സെയിം, പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യും. പക്ഷേ പാരലൽ കോമ്പിനേഷനിൽ ഓർത്തോണം, ചാർജ് ഡിവൈഡ് ചെയ്യപ്പെടും, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എപ്പോഴും പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, ചാർജ് ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ Q ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ Q എന്ന ചാർജ് Q1 അക്രോസ് C1 ആയിട്ടും Q2 അക്രോസ് C2 ആയിട്ടും Q3 അക്രോസ് C3 ആയിട്ടും ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്നാവും. സീരീസിൽ നമ്മൾ എഴുതിയത്
പൊട്ടൻഷ്യൽ ഡിവൈഡ്സ്. അതുകൊണ്ട് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്നെഴുതിയ സ്ഥാനത്ത് പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്, പക്ഷേ ചാർജ് ഡിവൈഡ് ചെയ്യപ്പെടും. therefore ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് Q1 അക്രോസ് C1 ആയിട്ടും Q2 അക്രോസ് C2 ആയിട്ടും Q3 അക്രോസ് C3 ആയിട്ടും ഡിവൈഡ് ചെയ്യപ്പെടും. therefore Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനി നമ്മൾ പറയുന്നു ഇവർ മൂന്ന് പേരെയും കൂടെ പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഉള്ള ഒരു കപ്പാസിറ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാം സി ഈസ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കാം. സി പൊട്ടൻഷ്യൽ വി തന്നെ, വി ആണ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറയുന്നത് സി വി ആണ്. ക്യൂ എന്ന് പറയുന്നത് സി വി ആണ്. അങ്ങനെയാണെങ്കിൽ Q1 എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ വി പൊട്ടൻഷ്യൽ തന്നെയാണ് C1നും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ C1V. Q2 എന്ന് പറയുന്നത് C2V. Q3 എന്ന് പറയുന്നത് C3V. അപ്പോൾ Q1 ഈസ് ദി ചാർജ് ഓഫ് കപ്പാസിറ്റൻസ് C1. കപ്പാസിറ്റർ C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിൻ്റെ ചാർജാണ് C1V. Q2 എന്ന് പറയുന്ന ചാർജാണ് C2V. Q3 എന്ന് പറയുന്നതാണ് C3V. അത് നമുക്കിവിടെ കൊടുക്കാം. Q എന്ന് പറയുന്നത് CV. therefore CV is equal to C1V plus C2V plus C3V. V കോമൺ ഫാക്ടർ എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? C is equal to C1 plus C2 plus C3. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടി C is equal to C1 plus C2 plus C3. പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടിയ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സമ്മാണ്. C is equal to C1 plus C2 plus C3. അപ്പോൾ ഈ കപ്പാസിറ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവ മൂന്നും കൂടി കൊടുക്കുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് C is equal to C1 plus C2 plus C3. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് if the capacitors are connected in parallel, the effective capacitance is the sum of the individual capacitances. Effective capacitance എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സമ്മായിട്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്, കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ കപ്പാസിറ്ററുകളെ നമുക്ക് പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. സീരീസിൽ കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയും. പകരം കപ്പാസിറ്ററുകളുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ കപ്പാസിറ്ററുകളെ നമ്മൾ പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ ഇഫക്റ്റീവ് ഫോർ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. സീരീസിലാണെങ്കിൽ 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനാണ് റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. ഇതിൽ നിന്നും ക്ലിയർ ആണ്, നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്താലാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇത് രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചോ.